ഹലോ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ തന്നെയാണ്. ഒരുപാട് പ്ലാൻസ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കില്ല. നമ്മൾ കഴിഞ്ഞ ട്യൂസ്ഡേ ഒരു ഓഫർ വീഡിയോ കൊണ്ടുവന്നിരുന്നു. ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു അയക്കാനായിട്ട്. കുറച്ച് പേർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു. ഇനിയും ഒരുപാട് പേർക്ക് അയക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം അയച്ച് തീർത്ത ശേഷമായിരിക്കും ഇനിയുള്ള ഓർഡേഴ്സ് നമ്മൾ അയക്കുക. വെനസ്ഡേ മുതലാണ് പുതിയ ഓർഡേഴ്സ് നമ്മൾ അയച്ചു തുടങ്ങുക. അതുപോലെ നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടി ഉടനെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നീട് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് മെസ്സേജ് ചെയ്യുക. പ്ലാൻസ് സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുന്നതാണ്. അപ്പോൾ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഓഫർ വീഡിയോയിലെ മിക്കവാറും എല്ലാ പ്ലാൻസും തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് പേര് പ്ലാൻസിനായിട്ട് മെസ്സേജ് ചെയ്തിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു, പ്ലാൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ പാക്കിങ്ങിൻ്റെ സമയത്ത് മെസ്സേജ് ചെയ്താൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഞാനത് റിപ്ലൈ ചെയ്യുക. അതുപോലെ ദയവ് ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യരുത്. കോൾ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ കോൾസ് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് യെല്ലോ ട്രംപറ്റ് വെയിൻ ആണ്. ഇതാണ് യെല്ലോ ട്രംപറ്റ് വെയിൻ്റെ പൂക്കൾ. ഇതുപോലെ മണികൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. സീസൺ ഒന്നും ഇല്ലാതെ തന്നെ പ്ലാന്റ്സ് നിറയെ പൂക്കളുണ്ടാവും. ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 70 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ നാടൻ വെറൈറ്റിയാണ്. നിറയെ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ നിറച്ച് പൂക്കളാണ്. അതുപോലെ നല്ല സ്മെല്ലുള്ള പൂക്കൾ. നാടൻ വെറൈറ്റിയിൽ മാത്രമേ സ്മെല്ലുണ്ടാവുള്ളൂ. ഇതാണ് പൂക്കൾ. 3 കളറിലാണ് ഈ ഒരു പൂവ് 3 ദിവസങ്ങളിലായിട്ട് കാണുക. വിരിയുന്ന സമയത്ത് ഈ ഒരു വയലറ്റ് കളർ, പിന്നെ അത് കളർ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളറിലേക്ക് മാറും. ഈ ഒരു സൈസായിരിക്കും നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരിക. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ലീഫൊക്കെ കുറച്ച് വ്യത്യാസമുള്ള ടൈപ്പാണ്. അതുപോലെ തന്നെ പൂക്കൾക്ക് അല്പം കൂടി വലുപ്പം ഉണ്ടാവും. പിന്നെ ഹൈബ്രിഡ് വെറൈറ്റിക്ക് സ്മെല്ലുണ്ടാവില്ല, നിറയെ പൂക്കൾ പിടിക്കും. നാടൻ വെറൈറ്റി പൂക്കുന്നതിലും കൂടുതൽ പൂക്കൾ ഈ ഒരു പ്ലാന്റിലാണ് ഉണ്ടാവുക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്ത പ്ലാന്റ് വരുന്നത് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ ആണ്. ഇതുപോലെ മഞ്ഞ നിറത്തിൽ നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ചിലർ ഇതിനെ ബ്രൈഡൽ യെല്ലോ എന്ന് പറയാറുണ്ട്. ഇതല്ല ബ്രൈഡൽ യെല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. സീസണൊന്നും ഇല്ലാതെ തന്നെ ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് വരുന്നത് പെൻസിൽ കാറ്റസ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാം. നല്ല സൺലൈറ്റ് ഉള്ള ഏരിയയിൽ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഇതുപോലെ ഫ്ലവർ ചെയ്യുകയും ചെയ്യും. സീസണലായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 25 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് റെഡ് ക്രീപ്പർ റോസ് ആണ്. ചെറിയ പൂക്കളുള്ള പ്ലാന്റ് ആണിത്. നമ്മുടെ ബട്ടൺ റോസിൻ്റെ ആ ഒരു പൂക്കളുടെ വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്നത് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതും ഒരു ക്രീപ്പർ റോസ് ആണ്. വൈറ്റ് ക്രീപ്പർ റോസ്. കുറച്ചുകൂടിയൊക്കെ പൂക്കൾക്ക് നല്ല വലുപ്പമുള്ള സ്മെല്ലുള്ള പൂക്കളാണ്. നാടൻ റോസാണിത്. പണ്ടൊക്കെ ഒരുപാട് വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു റോസാണ്. പ്ലാന്റ് സൈസ് വരിക ദാ ഈ കാണുന്ന ഒരു സൈസ് ആയിരിക്കും. ഇതിനും റേറ്റ് വരുന്നത് 60 രൂപ തന്നെയാണ്. അടുത്തത് നമുക്ക് സെയിലിനുള്ള ഡ്രാഗൺ സ്റ്റങ്ക് ആണ്. ഇതും ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. നല്ലൊരു ബ്രൗൺ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്. നമുക്കിത് ഹാങ്ങിങ് പോട്ടിലോ അതല്ലെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനിലോ ഒക്കെ വെച്ച് കൊടുക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് പനാമ റോസ് ആണ്. ഇതുപോലെ നല്ല ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ്. ഇതും സീസണൽ അല്ല,
എല്ലായ്പ്പോഴും നമുക്ക് പൂക്കൾ കാണാൻ കഴിയുന്ന ഒരു പ്ലാന്റാണിത്. നല്ല ഭംഗിയുള്ള കളറാണ് പൂക്കൾക്ക് വരിക. നമുക്കിതൊരു പോട്ടിൽ വെച്ച് കൊടുത്ത് കുറ്റിച്ചെടിയായിട്ട് അതല്ലെങ്കിൽ നിലത്ത് നട്ട് കുറച്ചൊരു വലിയ മരമാക്കിയൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും. പോട്ടിലാണെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റിച്ചെടിയായിട്ട് നിൽക്കും. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്തത് വരുന്നത് പനാമ റോസ് ഓറഞ്ച് ആണ്. റൗണ്ടലേഷ്യ എന്നും പേരുണ്ട് ഈ ഒരു പ്ലാന്റിന്. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്യാറുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ലീഫൊക്കെ നല്ല കട്ടിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് സ്റ്റോക്സ് ആണ്. ഇത് നമുക്ക് ചെറിയ പോട്ടിൽ വരെയും നട്ട് കൊടുത്താൽ ഇതുപോലെ ഫ്ലവർ ചെയ്യും. ഒരുപാട് വലുപ്പമൊന്നും വെക്കാതെ നമുക്ക് നട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റോക്സ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയുള്ള മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 65 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗോൾഡൻ ബോളറേലിയ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് നിർത്താൻ കഴിയുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അരേലിയ. ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റൂസ് പോളിയ പ്ലാന്റ് ആണ്. നല്ല പിങ്ക് നിറത്തിൽ ഇതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് നാൾ നിൽക്കുന്ന ഫ്ലവറാണ് റോസ് പോളിയയുടെ ഫ്ലവേഴ്സ്. ഇതുപോലെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും പൂക്കൾ. ഈ ഒരു സൈസായിരിക്കും നമ്മൾ പ്ലാന്റ് സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ റോസ് പോളിയയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് അസീലിയ പ്ലാന്റ് ആണ്. അസീലിയയുടെ 4 കളേഴ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു മജന്ത കളറാണ്. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു കളറാണിത്. രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു കളർ, ഒരു ലൈറ്റ് റെഡും അതുപോലെ ഒരു ഓറഞ്ചും കൂടെ കലർന്ന് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. പൂക്കൾ ചില പ്ലാന്റ്സിലൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കളർ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെയായിരിക്കും പ്ലാന്റ് അയക്കുക. മൂന്നാമത്തെ കളർ വരിക ഈ ഒരു കളർ, ഒരു ഡബിൾ കളർ, വൈറ്റും അതിനോടൊപ്പം ഒരു അകത്തൊരു പിങ്ക് കളർ കൂടെ ചേർന്നാണ് വരിക. ഇത് നമുക്ക് സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. 4 കളറിൽ 1-2 കളർ നമുക്ക് സ്റ്റോക്ക് കുറവാണ്. ഇത് വരുന്നത് വൈറ്റ് കളർ, നല്ല പ്യുവർ വൈറ്റ് കളറാണ്. ഇതാണ് പ്ലാന്റ് വരിക. അപ്പോൾ ഈ 4 കളർ അസീലിയ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 170 രൂപയാണ്. അടുത്തത് നമുക്ക് വരുന്നത് യുജീനിയയുടെ ലിവർ റെഡ് ആണ്. ലിവർ റെഡ് നമ്മൾ സാധാരണ കാണുന്ന യുജീനിയയുടെ കഴിഞ്ഞും കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് പ്ലാന്റ് കുറച്ച് ഹൈറ്റൊക്കെ ആയി കഴിയുമ്പോൾ കാണാനായിട്ട്. ഇതിന് 130 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് യുജീനിയയുടെ തന്നെ വേരിഗേറ്റഡ് ആണ്. വേരിഗേറ്റഡിൽ വരുന്ന ഒരു ന്യൂ വെറൈറ്റിയാണിത്. മുൻപ് നമുക്ക് വന്നിരുന്ന ടൈപ്പ് വേരിഗേറ്റഡ് പ്ലാന്റ് അല്ല. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പുതിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് കേഷ്യ സഫ്ലോറയാണ്. നല്ല മഞ്ഞ പൂക്കൾ നിറയെ പിടിക്കുന്ന ഒരു ചെടിയാണ്. നമ്മുടെ കണിക്കൊന്നയുടെ പൂക്കൾ പോലെ നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് ഈ കാണുന്ന പോലെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബോട്ടിൽ ബ്രഷിൻ്റെ തൈകളാണ്. ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്യാറുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ വരിക. റെഡ് കളറിലുള്ള ഫ്ലവറാണ്. ബോട്ടിൽ ബ്രഷിൻ്റെ വേറെയും കളേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ റെഡ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ഇതാണ് ബോട്ടിൽ ബ്രഷിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് ഫ്ലവർ കുറച്ച് പ്ലാന്റ്സിലൊക്കെ കിട്ടിയിരുന്നു. ഫ്ലവറുള്ള പ്ലാന്റ്സ് കുറച്ച് പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരെ. എല്ലാം ഒരേ പ്രായത്തിലുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇതിനും 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് വെർബീന പ്ലാന്റ് ആണ്. വെർബീനയുടെ ഈ ഒരു വയലറ്റ് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ചെറിയ പൂക്കളാണ്. നാടൻ വെർബീനയാണിത്. പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ചു പോകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് അല്ല. ഒരുപാട് വർഷങ്ങൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നിലനിർത്താൻ കഴിയും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. വെർബീനയുടെ ഡബിൾ കളറും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഓഫർ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഈ വയലറ്റിൻ്റെ പ്ലാന്റ് സൈസ് വരിക ഇതാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്.
അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക. വീണ്ടും പറയുന്നു, DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അത് ട്രാക്ക് ചെയ്ത് പ്ലാന്റ്സ് നിങ്ങൾ വേഗം തന്നെ കൈപ്പറ്റുക. അതുപോലെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ റിപ്ലൈ കിട്ടിയില്ല എങ്കിലും വീണ്ടും മെസ്സേജ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്തൊന്നും മെസ്സേജസ് നോക്കാറില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് മെസ്സേജ് നോക്കും. നിങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് ചെയ്താലും മെസ്സേജ് മുകളിലേക്ക് വരും. അപ്പോൾ ആദ്യം നമ്മൾ അയച്ച താഴെ നിന്നുള്ള മെസ്സേജസ് നോക്കുമ്പോൾ നിങ്ങൾ പുറകിലായി പോകും. അതുകൊണ്ട് ഒരു തവണ ഒന്ന് മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലാൻസൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഒരുപാട് നല്ല വെറൈറ്റി പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾ മുടങ്ങാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വെറൈറ്റി പ്ലാന്റ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.